Hi students, SLC IT മോഡൽ എക്സാമിലെ ജിയോജിബ്ര ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് നോക്കാം. Create 2 points and construct the segment joining them using input bar in GeoGebra software as per the following hints. Mark the point A bracket -3,1 and B 3,4. Construct the segment joining the points A and B. Save the file with your register number _line.ggp as file name to the exam10 products folder. ഇതിൻ്റെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജിയോജിബ്രയിൽ ഇൻപുട്ട് ബാർ സങ്കേതം ഉപയോഗിച്ച് 2 ബിന്ദുക്കൾ നിർമ്മിച്ച് അവയെ ബന്ധിപ്പിക്കുന്ന ചെറുവര നിർമ്മിക്കുക. A -3,1 B 3,4 എന്നീ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. AB എന്നീ ബിന്ദുക്കളെ ബന്ധിപ്പിക്കുന്ന ചെറുവര നിർമ്മിക്കുക. exam10 products ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _line.ggp എന്ന ഫയൽ നാമം നൽകി സേവ് ചെയ്യുക. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഷോ ആപ്ലിക്കേഷൻസിൽ ജിയോജിബ്ര നമ്മളോട് ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്ന ഇൻപുട്ട് ബാർ ഉപയോഗിച്ചിട്ട് ചെയ്യാനാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ തന്നിരിക്കുന്ന മാർക്ക് ദ പോയിന്റ് എ ബ്രാക്കറ്റിൽ -3,1 അതാദ്യം നമ്മളൊന്ന് പോയിന്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കൊടുക്കുകയാണ് എ = ബ്രാക്കറ്റിൽ -3,1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് കൊടുക്കേണ്ടത് B 3,4. അപ്പോൾ ഇവിടെ അടുത്ത കൊടുക്കുകയാണ് B 3,4 എൻ്റർ പ്രസ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത പോയിൻ്റ് ഉണ്ട്, അടുത്ത പോയിൻ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 രീതിയിൽ ഇവിടെ ഇപ്പോൾ എൻ്റർ ചെയ്യുന്ന കാണിച്ചു. ഒന്ന് ഈക്വൽ ടു കൊടുത്തിട്ട് അല്ലാണ്ട് ഈക്വൽ ടു കൊടുക്കാണ്ട് ഈ തന്നതുപോലെ നമുക്ക് കൊടുക്കാം. ഇനി അടുത്തത് ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ ഡ്രോ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് സെഗ്മെൻറ്റ് A, B എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ സെഗ്മെൻറ്റ് ബ്രാക്കറ്റിൽ A, B എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ലൈൻ ഡ്രോ ചെയ്തതായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെയാണിത് സെറ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മളോടിത് സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫയലിൽ സേവ് ആസ് കൊടുത്തു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് രജിസ്റ്റർ നമ്പർ _line.ggp എന്നാണ്. അപ്പോൾ ഇവിടെ exam10 products ഹോമിലാണുള്ളത്. exam10 products അതിൽ രജിസ്റ്റർ നമ്പർ കൊടുത്തു. അതിൽ _line.ggp എന്ന് കൊടുക്കണം. ലൈൻ ഇത്രയും കൊടുത്തിട്ട് സേവ് ചെയ്താൽ അത് line.ggp എന്ന് അവിടെ സേവ് ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Construct 2 lines in GeoGebra using the input bar as per the instructions given below. Find the point where the lines meet and mark a point using input bar. മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. താഴെ നൽകിയ നിർദ്ദേശങ്ങൾക്കനുസൃതമായി ജിയോജിബ്രയിൽ ഇൻപുട്ട് ബാർ സങ്കേതം ഉപയോഗിച്ച് 2 വരകൾ നിർമ്മിക്കുക. വരകൾ സംഗമിക്കുന്ന സ്ഥാനം കണ്ടെത്തി ഒരു ബിന്ദു ഇൻപുട്ട് ബാർ സങ്കേതം ഉപയോഗിച്ച് അടയാളപ്പെടുത്തുക. നിർദ്ദേശങ്ങൾ: ഇൻപുട്ട് ബാർ സങ്കേതം ഉപയോഗിച്ച് x + y = 8, x - y = 4 എന്നീ വരകൾ നിർമ്മിക്കുക. വരകൾ സംഗമിക്കുന്ന സ്ഥാനം കണ്ടെത്തി അവിടെ ഒരു ബിന്ദു ഇൻപുട്ട് ബാർ സങ്കേതം ഉപയോഗിച്ച് അടയാളപ്പെടുത്തുക. exam10 products ഫോൾഡറിൽ നിങ്ങളെ രജിസ്റ്റർ നമ്പർ _intersect.ggp എന്ന ഫയൽ നാമം നൽകി ഫയൽ സേവ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കൊന്ന് ജിയോജിബ്ര ഓപ്പൺ ചെയ്യാം. ഷോ ആപ്ലിക്കേഷൻസിൽ ജിയോജിബ്ര എന്ന് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമ്മൾ കൊടുക്കേണ്ടത് x + y = 8 എന്ന് കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു ലൈൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. എൻ്റർ പ്രസ് ചെയ്തു. ഇനി അടുത്തത് കൊടുത്തിരിക്കുന്നത് x - y = 4 എൻ്റർ പ്രസ് ചെയ്തു. അങ്ങനെ 2 ലൈൻ ഈ പറഞ്ഞതുപോലെ നമ്മളിവിടെ ഡ്രോ ചെയ്തു. ഇനി ഇവിടെ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ ജോയിൻ ചെയ്യിക്കുന്ന ഒരു ഇൻ്റർസെക്റ്റ് ആണ് കൊടുക്കേണ്ടത്. ഇൻ്റർസെക്റ്റ് പോയിൻ്റാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ കൊടുക്കേണ്ടത് ഇൻ്റർസെക്റ്റ് എന്നുള്ളത് കൊടുക്കാം. ഇൻ്റർസെക്റ്റ് ഇവിടെ ഇൻ്റർസെക്റ്റ് എന്ന് കൊടുത്തു. ബ്രാക്കറ്റ് അതിൽ ഈ 2 ഇക്വേഷൻ 1 ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ EQ1 തന്നതുപോലെ കൊടുത്തു, EQ2 എന്ന് കൊടുക്കുക.
ഇങ്ങനെ കൊടുത്തു. ഇവിടെ നമ്മൾ എൻ്റർ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം ഇവിടെ ഒരു പോയിൻ്റ് വന്നിട്ടുണ്ട്. ഈ രണ്ട് ലൈനിനെയും കണക്ട് ചെയ്യുന്ന ഇൻ്റർസെക്റ്റ് പോയിൻ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മളോട് ഇവിടെ ചെയ്യാൻ പറഞ്ഞത്. ഇനി നമ്മളോട് സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫയലിൽ സേവ് ആസ്, അവിടെ ഹോമിൽ എക്സാം 10 പ്രൊഡക്ട്സിലാണ് ഉള്ളത്. ആ പ്രൊഡക്ട്സ് ഇവിടെ രജിസ്റ്റർ നമ്പർ കൊടുത്തു, അണ്ടർസ്കോർ ഇൻ്റർസെക്റ്റ് എന്ന് കൊടുക്കുക, ഇത്രയും കൊടുത്തു, സേവ് എന്ന് കൊടുത്തു. GGB ആണ്, അപ്പോൾ ഇവിടെ സേവ് ആകുമ്പം GGB എന്ന് അവിടെ വന്നോളും. ഓക്കെ, താങ്ക് യു.